ഒരു ശിക്ഷയുടെ പരമമായ ലക്ഷ്യം പരിഷ്കരണമായിരിക്കണമെന്നും ഒരു കുറ്റവാളിയെ നല്ല മനുഷ്യനാക്കി വാർത്തെടുക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യണമെന്നും പറഞ്ഞു വെച്ചത് ഡൽഹി ഹൈക്കോടതിയാണ്. 1993 കൊൽക്കത്തയിലെ ബൗബസാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 69 പേരുടെ മരണത്തിനിടയാക്കിയ കേസിലെ പ്രതിക്ക് ജാമ്യം അനുവദിച്ചാണ് കോടതി ഇത്തരത്തിൽ പറഞ്ഞത്. റാഷിദ് ഖാൻ എന്ന പ്രതിക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെ പശ്ചിമബംഗാൾ സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മനുഷ്യാവകാശങ്ങളും നിയമത്തിന്റെ പരിഷ്കരണ ലക്ഷ്യങ്ങളും ഒരു വശത്തും രാജ്യസുരക്ഷയും നിയമവും മറുവശത്തുമായി നിൽക്കുന്ന അതിസങ്കീർണമായ ഒരു നിയമയുദ്ധത്തിലേക്ക് റാഷിദ് ഖാന്റെ കേസ് പോവുകയാണ്. ആരാണ് റാഷിദ് ഖാൻ? കോഡ് പരിശോധിക്കുന്നു. 70-കാരനായ റാഷിദ് ഖാൻ സത്തഡോൺ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 1980-കളുടെ അവസാനത്തിലും 90-കളുടെ തുടക്കത്തിലും വെറുമൊരു കുറ്റവാളി മാത്രമായിരുന്നില്ല റാഷിദ് ഖാൻ. മധ്യ കൊൽക്കത്തയുടെ ഇരുണ്ട സാമ്രാജ്യം അടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു. നഗരത്തിലെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ഗതികേടിനെ മുതലെടുത്ത് സത്ത എന്ന അനധികൃത ചൂതാട്ടത്തിലൂടെ അയാൾ തന്റെ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തു. എല്ലാവരും ഭയക്കുന്ന സത്തഡോണായി റാഷിദ് ഖാൻ മാറി. കേവലം ഗുണ്ടാബലം കൊണ്ട് മാത്രമായിരുന്നില്ല റാഷിദ് ഖാൻ വളർന്നത്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ട് വളരെയധികം കൂടുതലായിരുന്നു. ഇയാളുടെ സാമ്രാജ്യം വളർത്തിയെടുക്കുന്നതിനായി വലിയ സായുധ സംഘം തന്നെ കൊൽക്കത്തയിൽ റാഷിദ് ഖാൻ ആരംഭിച്ചു. 1993 മാർച്ച് 16 കൊൽക്കത്തയിൽ ബൗബസാറിൽ സ്ഫോടനമുണ്ടാകുന്നത്. അർദ്ധരാത്രിയോടെ റാഷിദ് ഖാന്റെ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന വൻ സ്ഫോടക വസ്തുശേഖരം അബദ്ധത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ അപകടത്തിൽ 2 ബഹുനില കെട്ടിടങ്ങൾ പൂർണ്ണമായും തകരുകയും ചുറ്റുമുള്ള വീടുകൾ തീപിടിക്കുകയും ചെയ്തു. ഉറങ്ങിക്കിടന്ന 69 നിരപരാധികളാണ് അപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. 100-ലേറെ പേർക്ക് പരിക്കേറ്റു. അപകടം നടന്ന് മണിക്കൂറുകൾക്കകം റാഷിദ് ഖാനെ പോലീസ് പിടിച്ചു. പിന്നീട് നീണ്ട വിചാരണ. ടാഡ നിയമമായിരുന്നു റാഷിദ് ഖാനെതിരെ ചുമത്തിയിരുന്നത്. 8 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അങ്ങനെ 33 വർഷത്തെ നീണ്ട ജയിൽവാസം. ഈ 33 വർഷത്തിനിടയിൽ ഇയാളുടെ സ്വഭാവത്തിൽ വലിയ രീതിയിൽ മാറ്റം വന്നതായി ജയിൽ അധികൃതർ സംസ്ഥാനത്തിന് റിപ്പോർട്ട് നൽകി. ചിത്രരചനയിലും കവിതാരചനയിലും ഒക്കെ റാഷിദ് ഖാൻ മുഴുകി. സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 2015 മുതൽ സംസ്ഥാന സർക്കാർ അകാല മോചനം നൽകുന്നതിനായി ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. 70 വയസ്സിന് മുകളിൽ പ്രായവും റാഷിദ് ഖാന് ആരോഗ്യ പ്രശ്നങ്ങളും 33 വർഷത്തെ ദീർഘമായ ജയിൽവാസവും പരിഗണിച്ച് ഇക്കഴിഞ്ഞ ജൂൺ 5 ഡൽഹി ഹൈക്കോടതി അകാലമോചനം അനുവദിച്ചു. ഒരു മനുഷ്യനെ തിരുത്തുക എന്ന നിയമത്തിന്റെ ലക്ഷ്യം ഈ ദീർഘകാല ശിക്ഷയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് നിരീക്ഷിച്ചായിരുന്നു കോടതി വിധി. എന്നാൽ 69 പേരുടെ മരണത്തിനിടയാക്കിയ ഈ കൊടും കുറ്റവാളിക്ക് ഇത്തരത്തിൽ മോചനം നൽകണമോ എന്നതായിരുന്നു സർക്കാരിന്റെ ചോദ്യം. ഇതാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ ഇപ്പോഴെത്തിയിട്ടുള്ള നിയമപ്രശ്നം. മാനസാന്തരം വന്നതുകൊണ്ട് ഒരാളെ കുറ്റവിമുക്തനാക്കാൻ പറ്റില്ല എന്നാണ് സർക്കാർ നിലപാട്. എന്നാൽ നീതിയുടെ വശങ്ങൾ എങ്ങനെ സുപ്രീം കോടതി കാണും എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.